Hi, hello, welcome back to Twins Vlog by Abhi, Grishma. അപ്പോൾ നമ്മൾ ഇന്നലെ ചെറിയൊരു ഇൻട്രോ കൊടുത്ത പോലെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡേ ഇൻ അവർ ലൈഫാണ്. അപ്പൊ എല്ലാവരും വീഡിയോ കാണുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. അപ്പൊ വീഡിയോ കണ്ടിട്ട് പോവാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഷോപ്പ് ഓർക്കാൻ വേണ്ടി പോകണാണ് നമ്മള്. സാധാരണ ദിവസങ്ങളിലാണെങ്കിൽ അച്ഛൻ, അമ്മ അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും ഒരാൾ പോയിട്ടായിരിക്കും ഷോപ്പ് ഓർക്കാറ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് അച്ഛന് വർക്ക് ഉണ്ട്, പിന്നെ അമ്മയ്ക്ക് ഒരു ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ പോയിട്ട് തുറക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് അബി നമ്മുടെ ഒപ്പം ഷോപ്പിലേക്ക് വരുന്നുണ്ട്. സാധാരണ വരാറില്ല, സാധാരണ സൺഡേന്ന് ഈ ടൈപ്പിലൊന്നും എണീക്കാറില്ല. അപ്പൊ ഇന്നെന്തോ രാവിലെ എണീറ്റുകൊണ്ട് ആള് ഒപ്പം വരുന്നുണ്ട് ഷോപ്പിലേക്ക്. സൺഡേ ആയിട്ട് കടയിൽ വല്ല തിരക്കൊന്നുമില്ല. അപ്പോൾ കടയിലെ സ്റ്റോക്കൊക്കെ സെറ്റ് ചെയ്യുന്ന ഗ്രീഷ്മലാലൻ. ഞാനപ്പോൾ ഈ കടയിലിരിക്കുമ്പോൾ ഒരു സാധനം കണ്ടിട്ടാ, നമ്മൾ ചെറുപ്പത്തിലൊക്കെ പമ്പരം വിട്ടില്ലേ, പമ്പരത്തിൻ്റെ ഒക്കെ ഇപ്പോഴത്തെ വേർഷൻ സൂപ്പർ തന്നെ. എന്തൊക്കെ സാധനമുള്ളേ. അപ്പൊ നമ്മളിപ്പോ കടയിൽ നിന്ന് ഇറങ്ങി, അച്ഛൻ വന്നിട്ടുണ്ട് കടയില്. അപ്പൊ അച്ഛൻ വന്നത് നമുക്ക് പാലട പായസം ഒക്കെ ആയിട്ടാണ്. അപ്പൊ എന്തായാലും പാലട കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ വിചാരിച്ച് ബോളിയും കൂടെ മേടിക്കാമ്. അപ്പൊ ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണാണ്. നമ്മളിവിടെ കൊച്ചിയില് ചുള്ളിക്കല് തന്നെ ഒരു പുതിയൊരു ഷോപ്പ് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് അവിടെ നിന്ന് ട്രൈ ചെയ്തൊക്കെ ഉണ്ടായിരുന്നു, പാലടയും ബോളിയൊക്കെ. നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മളിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം. അവിടെ നിന്ന് മേടിച്ചിട്ട് കഴിച്ചു നോക്കാൻ. അപ്പൊ ഇനി സൺഡേത്തെ ഞങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വീക്കെൻഡിലും ഞങ്ങൾ വീട്ടിലേക്ക് പോകും, അബിയുടെ വീട്ടിലേക്ക്. അപ്പൊ ഞങ്ങളിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടെ ലഞ്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കുഞ്ഞൂസ് വിളിച്ച് അവന്മാര് വീക്കെൻഡിൽ അവിടെ ആയിരിക്കും. അപ്പൊ രണ്ടുപേരും വീട്ടിലുണ്ട്. അപ്പൊ നമ്മള് ലഞ്ച് കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ്ട നമ്മുടെ വീട്. ചെറിയൊരു വീടാണ്. അബി ജനിച്ചു വളർന്നതും അതുപോലെ തന്നെ എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതൊക്കെ ഈ വീട്ടിലേക്കായിരുന്നു. എന്തായാലും നമ്മൾ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഒരു ചെറിയ ഹോം ടൂറും കൂടെ നടത്തിക്കളയാം. അപ്പോൾ ദേ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ലിവിങ് സ്പേസ് എന്ന് പറയണത്. ഒരു പൂജാമുറിയും ഒരു ലിവിങ് സ്പേസും അത് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ വീട്ടിൽ താഴെ എന്ന് പറയാനായിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ബാക്കി റൂമും എല്ലാ കാര്യങ്ങളും മുകളിലാണുള്ളത്. സ്റ്റോറേജ് സ്പേസിനോട് ചേർന്ന് തന്നെ സ്റ്റെയർ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ റൂമും കിച്ചണും വാഷ്റൂമും എല്ലാം മുകളിലാണ്. സ്റ്റെയർ മറ്റേ മച്ചിൻ്റെ ഒക്കെ സൗണ്ടുള്ള ഒരു നൊസ്റ്റാൾജി ഫീൽ ചെയ്യുന്ന സ്റ്റെയറാണ്. സ്റ്റെയർ കയറി നേരെ ചെല്ലണത് ഒരു സ്റ്റെയർ റൂം. അവിടെ നേരെ കാണുന്നത് ഞങ്ങളുടെ കിച്ചണാണ്. സ്റ്റെയർ റൂമിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മുകളിലത്തെ ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് 3 റൂമുള്ളത്. റൈറ്റ് സൈഡിൽ ഇതാണ് എൻ്റെ ബെഡ്റൂം. ഈ വീട്ടിലെ ഇച്ചിരി വലിയൊരു ബെഡ്റൂമാണ്, അതുകൊണ്ട് തന്നെയാണ് അത് എൻ്റെ ബെഡ്റൂമാക്കി ഞങ്ങൾ മാറ്റിയത്. പിന്നെ ബെഡ്റൂമിൽ നിന്ന് പുറത്തിറങ്ങി നേരെ കാണുന്നത് 2 ഫസ്റ്റ് റൂമും സെക്കൻഡ് റൂമും. ഇത് ചെറിയ റൂമുകളാണ്. പിന്നെ ഹോളിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ വർക്ക് ഏരിയയാണ്. ഇതാണ്ട നമ്മുടെ കിച്ചൺ. അപ്പം ഒരു ചെറിയ ഒരു കിച്ചണാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ നമുക്ക് വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിക്കാനുള്ള നമ്മൾ മെയിനായിട്ട് ഇങ്ങോട്ട് വന്നത്. ചെമ്മീൻ ചാറും പപ്പടവും ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടായിട്ടാ. പക്ഷേ അബി ഫിഷൊന്നും കൂട്ടൂല. അപ്പം അബി ചെമ്മീനും നമ്മുടെ ചെമ്മീൻ കറിയും പപ്പടവും ഒക്കെ കൂട്ടി കഴിച്ചു. ലഞ്ചിന് ശേഷം ഡെസേർട്ട് എന്ന നിലക്ക് നമ്മൾ കൊണ്ടുവന്ന് കഴിച്ച പായസവും ബോളിയും എടുത്തു. എല്ലാവരും കൂടി കഴിച്ചു. ഇപ്പം ഇവിടുത്തെ എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആണ് പാലട എന്നുള്ളത്. അത് ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കിള്ളൻ ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല, ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി. അപ്പോൾ ഫുഡ് അടിച്ച് കുറച്ച് നേരം കിടന്നുറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ എണീറ്റ് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
കൂടുതൽ ആൾക്കാരിലേക്ക് ചാനൽ ഷെയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.